എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് നാരങ്ങക്കറിയാണ്. മാതള നാരങ്ങ എന്നറിയപ്പെടുന്ന നമ്മുടെ നാരങ്ങക്കറി. അപ്പോൾ സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ഈ നാരങ്ങക്കറി. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ നാരങ്ങക്കറി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇത്രയും പുളി, ഞാൻ എടുക്കുന്ന നാരങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള അത്രയും പുളി എടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് കഴുകിയിട്ടുള്ളതാണ്. നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുതിർത്ത് വയ്ക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ നേരം നന്നായിട്ടൊന്ന് കുതിരണം. പിന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ടുള്ള നമ്മുടെ നാരങ്ങയാണ്. അപ്പോൾ ഇത്രയും ഭാഗം എടുക്കുന്നില്ല, ഇത് ഇത്രയും വലുതാണ്, അതുകൊണ്ട് ഇതിൻ്റെ പകുതി ഭാഗം മാത്രമാണ് എടുക്കുന്നത്. പിന്നെ വേണ്ടത് പച്ചമുളക് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും പച്ചമുളക്, പിന്നെ ഇഞ്ചി, എത്ര ഭാഗം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വെളുത്തുള്ളി, പിന്നെ വേണ്ടത് കറിവേപ്പില, വെല്ലം, ഇത്രയും വെല്ലമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ചെറിയ കഷ്ണം വെല്ലം മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ വേണ്ടത് നമ്മളിപ്പോൾ കുതിർത്ത് വെച്ചിട്ടുള്ള പുളിയാണിത്. ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഇഞ്ചി അതുപോലെ പച്ചമുളകൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ മാതള നാരങ്ങ നമ്മൾ ഇപ്പോഴേ കട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ പച്ചമുളകും ഇഞ്ചിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടുണ്ട്. വെളുത്തുള്ളി നമ്മൾ കട്ട് ചെയ്യാതെ തന്നെയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പുളി ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ അതിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞ് അതിലേക്ക് നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. അപ്പോൾ നമ്മൾ നല്ല ലൂസായിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മളെപ്പോഴും കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം അധികം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങക്കറിക്കൊരു കയ്പ്പ് രസം അടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് മുളക് പൊടിയാണ്. ഇവിടെ ഇപ്പോൾ 4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്യാസ് ഓഫിലാണുള്ളത്, ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാരങ്ങക്കറി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കറിയെ പോലെയല്ലല്ലോ, കുറച്ചുകൂടെ ഉപ്പ് അധികമായിട്ട് വേണം. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്ന് കരുതി വളരെയധികം ചേർത്ത് കൊടുക്കണ്ട. നമുക്കിത് തിളച്ചതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില അധികം മൂത്ത് പോവാത്ത കറിവേപ്പിലയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഫ്രഷ് കറിവേപ്പില നോക്കിയെടുക്കുക. അതുപോലെ തന്നെ ഇതുപോലെ തണ്ടോട് കൂടെ ചേർത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിലുള്ള കറിവേപ്പിലയൊന്നും ആരും എടുത്ത് കളയാൻ ശ്രമിക്കില്ല എന്നാണ് തോന്നുന്നത്. കാരണം ചിലരൊക്കെ സാധാരണ കറിയിലുള്ള കറിവേപ്പിലയാണെങ്കിൽ അതെടുത്ത് ദൂരെ കളയാറാണ് പതിവ്. പക്ഷേ ഇതിൽ ഉള്ള ആ ഒരു ടേസ്റ്റ് നമ്മുടെ നാരങ്ങക്കറിയിലുള്ള കറിവേപ്പിലയൊക്കെ അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി തോന്നും. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്ത് നല്ല കുറുകി വന്നിട്ടാണുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി നമുക്കിതിൻ്റെ ഉപ്പ് കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറച്ച് കുറവാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിനി ഇതിലേക്ക് ഇത്തിരി കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ നാരങ്ങ ചേർത്ത് കൊടുക്കാനുള്ള ടൈമാണ്. നാരങ്ങ എപ്പോഴും നമ്മൾ ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് വെക്കാൻ പാടില്ല. ഇത് ചേർത്ത് കൊടുക്കേണ്ട ഏകദേശം ടൈം ആകുമ്പോൾ മാത്രം കട്ട് ചെയ്ത് വയ്ക്കുക. നേരത്തെ ഈ ഒരു ലെവലിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം.
അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചുള്ള കുഴപ്പമെന്ന് പറയുന്നത് ഇതിലേക്ക് ഇടാനാവുമ്പോഴേക്കും അതിനൊരു കയ്പ്പ് രസം അടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇത്രയും ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്, ഇത്രയും പകുതി ഭാഗം മാത്രമാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമ്മൾ അധികം വെന്തുടയേണ്ട കാര്യമില്ല, എന്നാൽ തീരെ വേവാതിരിക്കാനും പാടില്ല. ഒരു മീഡിയം ലെവലിൽ ഇതൊന്ന് ഒരു തിളച്ച് വരുമ്പോഴേക്കും അത് ആയിട്ടുണ്ടാകും. ഇപ്പോൾ നമുക്കൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നാരങ്ങ ആവശ്യത്തിനുള്ള വേവൊക്കെ ആയിട്ടുണ്ട്. അധികം വേവേണ്ട കാര്യമില്ല, ഇത്രയും വേവ് മതിയാകും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വെല്ലം ചേർത്ത് കൊടുക്കണം. ചിലർക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നതോട് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ എല്ലാവർക്കും വെല്ലം ഈ ഒരു നാരങ്ങക്കറിയിൽ വളരെ ഇഷ്ടമാണ്, അതിൻ്റെ ഒരു മധുരം. അതുകൊണ്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള വെല്ലം ചെറിയ പീസസ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എടുത്തു വെച്ചത് മുഴുവനായിട്ടും ചേർത്തിട്ടില്ല, ഇത്രയും ഭാഗം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതും അധികം ചേർത്ത് കൊടുക്കാൻ പാടില്ല, കയ്പ്പ് രസം അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇത്തിരി വെളിച്ചെണ്ണയാണ്. അത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നാരങ്ങക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഏകദേശം എന്ന് പറഞ്ഞാൽ ഇനി ഇതിലേക്ക് മെയിനായിട്ട് നമുക്ക് വറവ് കൂടെ തയ്യാറാക്കണം. അപ്പോൾ വറവ് തയ്യാറാക്കാനായിട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി ഉഴുന്നുപരിപ്പിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഇത്തിരി കറിവേപ്പിലയും കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങക്കറിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതുപോലെ ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളകും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വറവ് തയ്യാറായിട്ടുണ്ട്. ആ തേങ്ങയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ നാരങ്ങക്കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നാരങ്ങക്കറി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നാരങ്ങ നമ്മൾ അവസാനം അത് ചേർത്ത് കൊടുക്കാനുള്ള ടൈം ഏകദേശം ആകുമ്പോൾ മാത്രം കട്ട് ചെയ്ത് വയ്ക്കുക. ആദ്യമേ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കയ്പ്പ് രസം അടിക്കും. അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന മഞ്ഞൾപ്പൊടിയുടെ അളവ് വളരെ കുറച്ച് മാത്രം, 1/2 ടീസ്പൂൺ മാത്രം അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മുടെ എടുക്കുന്ന നാരങ്ങയുടെ അളവിനനുസരിച്ചിട്ട് അധികം ചേർത്ത് കൊടുക്കാതിരിക്കുക. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.